ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ വിജയത്തിനായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചാണക്യ നീതി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ സമ്പന്നരാകുന്നതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. വിജയിക്കാൻ വേണ്ടി ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്നാണ്. സമയബന്ധിതമായ തീരുമാനമാണ് വിജയത്തിന്റെ താക്കോൽ. തീരുമാനമെടുക്കാൻ വൈകരുത്. കാരണം വിജയിച്ച ഒരാൾക്ക് തീർച്ചയായും സമ്പത്ത് ലഭിക്കും. ശ്രദ്ധാപൂർവം ചിന്തിച്ച ശേഷം തീരുമാനമെടുക്കുക. തെറ്റുകളിൽ നിന്നും നല്ല മാർഗം തിരഞ്ഞെടുക്കുവാൻ ഇന്നു തന്നെ തയ്യാറാവുക. ഉറച്ച തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും വിജയിച്ചിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: പുതിയ കഴിവുകൾ പഠിക്കുക. വ്യത്യസ്ത സ്രോതസ്സുകളിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ കഴിവുകൾ പഠിക്കുക. ഒന്നിൽ പരാജിതരാകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ശ്രമത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയാൻ പാടില്ല. ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നാൽ നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കും. ഉദാഹരണം, ഫലം കാക്ഷിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. വിജയം നിങ്ങൾ നേടിയിരിക്കും. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്: പുതിയ വരുമാന സ്രോതസ് കണ്ടെത്തുക. ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണ് ആദ്യം കുഴപ്പത്തിൽ അകപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക. സമയത്തെ പരമാവധി ഉപയോഗിച്ച് പണം വന്നു ചേരുന്ന മറ്റു മാർഗങ്ങൾ തേടി കണ്ടുപിടിക്കുക. നിങ്ങൾക്കതിനു കഴിഞ്ഞാൽ പണം പല വഴികളിലൂടെയും നിങ്ങൾക്കു ലഭിക്കും. എപ്പോഴും പരിശ്രമത്തിന് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കാൻ ചാണക്യൻ പറയുന്ന നാലാമത്തെ കാര്യം ഇതാണ്: പണത്തോട് ഒരിക്കലും അനാദരവ് കാണിക്കാൻ പാടില്ല. നിങ്ങൾ പണത്തെ അനാദരിക്കുകയും പാഴാക്കുകയും ചെയ്താൽ പണം ഒരിക്കലും അത്തരം ആളുകളുടെ പക്കൽ നിലനിൽക്കില്ല. സമ്പന്നത മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ സമ്പന്നരെയും സമ്പന്നതയെയും അനാദരിക്കുന്നത് ലക്ഷ്മി ദേവിയിൽ കോപാകുലമാക്കുന്നു. അനീതി ചെയ്യുന്നവരെയും വിശ്വാസവഞ്ചന ചെയ്യുന്നവരെയും മഹാലക്ഷ്മി ദേവി സമ്പന്നരാക്കില്ല. അതുകൊണ്ട് ഇത്തരം ദുഷ്പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിന്ന് സദ്മാർഗം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കാൻ ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ കാര്യം ഇതാണ്: സമ്പത്ത് നഷ്ടപ്പെടും. തെറ്റായ ആളുകളോടൊപ്പം താമസിക്കുന്നതിലൂടെ സമ്പത്തും ബഹുമാനവും നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് മദ്യപിക്കുകയും ദുർവ്യായം ചെയ്യുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. വിജയിക്കാൻ ചാണക്യൻ പറയുന്ന ആറാമത്തെ കാര്യം ഇതാണ്: ധൂർത്ത്. ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ചെറിയ ചെലവുകൾ പോലും കണക്കിൽ സൂക്ഷിക്കണം. അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കരുത്. ഇതിലൂടെ നിങ്ങൾക്ക് പണം ലാഭിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കാൻ ചാണക്യൻ പറയുന്ന ഏഴാമത്തെ കാര്യം ഇതാണ്: സമയം. സമയത്തെ അനാദരിക്കുന്നത് വളരെ തെറ്റാണ്. സമയവും പണവും രണ്ടും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സമയത്തെ ബഹുമാനിക്കുന്ന വ്യക്തിക്ക് വിജയമുണ്ടാകും. സമയം ലാഭിക്കാൻ ഏറ്റവും നല്ല മാർഗം ഒരു ദിവസത്തെ തുടക്കം കുറിക്കാൻ ബ്രഹ്മമുഹൂർത്തം തിരഞ്ഞെടുക്കണമെന്നതാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ധാരാളം സമയം ഉപയോഗിക്കാൻ ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കാൻ ചാണക്യൻ പറയുന്ന എട്ടാമത്തെ കാര്യം ഇതാണ്: ബജറ്റ്. പണം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഒരു ബജറ്റ് തയ്യാറാക്കുക. ലാഭിക്കുക. ബുദ്ധിപൂർവം നിക്ഷേപിക്കുക. പണത്തെക്കുറിച്ചും സമ്പന്നതയെക്കുറിച്ചും നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഒരു വലിയ സ്ഥാനം കൽപ്പിക്കുക. പണത്തെ ആശ്ലേഷിക്കുമ്പോൾ പണം താനെ നിങ്ങളിൽ വന്നു ചേരുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.